ഹലോ ലിജീഷാണേ. അപ്പോൾ ഇന്നേ കുറേ ദിവസമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് സത്താറ വെജ് കഫേ. അപ്പോൾ ഇന്ന് ഏതായാലും വൈകിട്ട് വന്ന് അവിടെ ഒന്ന് സന്ദർശിച്ചു കേട്ടോ. എന്താ സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളൊരു ഫിൽറ്റർ കോഫിയും അതിൻ്റെ കൂടെ ഒരു പൊടി ഇഡ്ഡലി കൂടി ഓർഡർ ചെയ്തു. സംഗതി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്, വിലയൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു കേസരി ഓർഡർ ചെയ്തു, ഉണ്ടെന്ന് അറിയാലോ. പിന്നെ ഒരു മൈസൂർ മസാല ദോശ അതും ഓർഡർ ചെയ്ത്. സംഗതിയൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. ഒക്കെ കൂടി ഒരു സംഖ്യ ആയിട്ടോ. അപ്പം സംഗതി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെന്താ 4-5 ആൾക്കാരൊക്കെ കണ്ട് ചെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയൊക്കെ ഒന്ന് കഴിച്ചിറങ്ങുന്നതിന് 10,000-2,500 രൂപ ബില്ലൊക്കെ വേണ്ടി വരും. അപ്പോൾ നല്ല ടേസ്റ്റി സംഭവമൊക്കെയാണ്. പിന്നെ എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പോയിട്ട് ഇങ്ങനെ കഴിച്ചൊക്കെ പോരാം. സ്ഥിരമായിട്ടൊന്നും കഴിക്കാനുള്ള എന്താ പറയുക, റേറ്റുകൾ അത്യാവശ്യം നല്ല റേറ്റ്, അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ മോശം പറയാൻ പറ്റില്ല. പിന്നെ സെൽഫ് സർവീസാണ്, ഒന്നും എല്ലാം ബില്ലാക്കുക, എന്നിട്ട് അവർ വിളിച്ച് പറയും, അപ്പോൾ നമ്മൾ പോയി വാങ്ങുക. അങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ. അപ്പോൾ ഇതാണ് പൊടി ഇഡലി എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ 3 ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, കൂടെ ഒരു ഫിൽറ്റർ കോഫിയും വാങ്ങിട്ടോ. സംഗതിയൊക്കെ സൂപ്പർ സംഭവമാണ്. പിന്നെ അത് നമ്മുടെ KSRTC അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, കോഴിക്കോട് മാവൂർ റൂട്ടിലിട്ടോ. പിന്നെ ഇതാണ് മൈസൂർ മസാല ദോശ, അതിൻ്റെ കൂടി ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നമ്മൾ തന്നെ പോയിട്ട് സെൽഫ് സർവീസായിട്ട് എടുത്തുകൊണ്ടിരണം. സംഗതി കുഴപ്പമൊന്നുമില്ല. പോകുന്നവർക്കൊക്കെ 1-2 വട്ടമൊക്കെ കഴിച്ചിട്ടൊക്കെ പോരാം. സ്ഥിരമായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഒരു സംഖ്യയായിട്ട് നമ്മൾ പോകേണ്ടി വരും കേട്ടോ. ഓക്കേ.